കാട്ടൂരിലെ സുലേഖയുടെ മകൾ റംലത്ത് 2023 ജനുവരി 25-നാണ് മരിച്ചത്. വീട്ടിൽ വെച്ച ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പോസ്റ്റ്മോർട്ടം വേണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 8.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് റംലത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. താലിമാലയും തടവളയും കമലും ഉൾപ്പെടുന്നതായിരുന്നു ആഭരണം. ഭർത്തൃ വീട്ടുകാരുമായി അത്ര രസത്തിലായിരുന്നില്ല റംലത്തും കുടുംബവും. റംലത്തിന്റെ മക്കളാകട്ടെ ചെറിയ കുട്ടികളും. അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ പരിശോധിച്ച് രേഖയാക്കി സൂക്ഷിക്കാനായി കോടതി ചുമതലപ്പെടുത്തിയത് തൃശൂർ SDM ഓഫീസിൽ. കുട്ടികൾ പ്രായപൂർത്തിയായ ശേഷം മാത്രമേ സ്വർണം വിട്ടുകിട്ടൂ എന്നതായിരുന്നു വ്യവസ്ഥ. 2022 സ്വർണം അന്വേഷിച്ചെത്തിയ സുലേഖയും കുട്ടികളും അറിഞ്ഞത് സ്വർണത്തിന്റെ സ്ഥാനത്തുള്ളത് മുക്കുപണ്ടമെന്ന്. സുലേഖയുടെ പരാതിയിൽ 2022 തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. 2004-നും 2022-നും ഇടയിലാണ് സ്വർണം നഷ്ടമായത്. നാളിതുവരെയായിട്ടും പോലീസിന് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. ജില്ലാ കളക്ടറും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റംലത്തിന്റെ മക്കൾ വാടക വീട്ടിലാണ് ഇപ്പോഴും കഴിയുന്നത്. നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടിയാൽ അടച്ചുറപ്പുള്ള ഒരു വീട് അവർക്ക് വച്ചു നൽകാമെന്നാണ് ഉമ്മുമ്മ പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ച ഇവിടെ തല്ലിക്കൊല്ലാൻ ആൾക്കാരുണ്ട്. അതേസമയത്ത് കാട്ടുകള്ളന്മാർ നേതാക്കന്മാർ മോഷ്ടിച്ച അത് ചോദിക്കാനും പറയാൻ ആരും ഇല്ലതാനും ആ അന്വേഷണം നേരെ നടക്കത്തുമില്ല. കലികാലം.